Hello guys, welcome back to our channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോർമൽ സ്കിൻ ടൈപ്പുകാർക്കുള്ള സ്കിൻ കെയർ റൂട്ടീൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. ഫസ്റ്റ് തന്നെ ഒരു ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ തുടങ്ങണമെങ്കിൽ നമുക്ക് സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കണം. സ്കിൻ ടൈപ്പ് എങ്ങനെ കണ്ടുപിടിക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നൈറ്റ് നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ ഫേസ് ഒന്ന് വാഷ് ചെയ്യണം. നമുക്ക് ഫേസ് വാഷ് വെച്ചിട്ട് വാഷ് ചെയ്യാം. അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ക്ലോത്ത് വെച്ചിട്ട് ഒരിക്കലും ഫേസ് തുടക്കരുത്. നമ്മളത് തന്നാലൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. എന്നിട്ട് നമ്മൾ മോർണിംഗ് എഴുന്നേറ്റിട്ട് നമുക്ക് ഫേസ് ഒന്ന് നോക്കാം. ഫേസ് നോക്കുമ്പോൾ ഇവിടെ മാത്രമാണ് ഓയിൽ ഉള്ളതെങ്കിൽ കോമ്പിനേഷൻ സ്കിന്നാണ്. ഇനി മൊത്തത്തിൽ ഓയിലി ആണെങ്കിൽ അത് ഓയിലി സ്കിന്നാണ്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഫേസിൽ മാറ്റങ്ങളൊന്നുമില്ല, നോർമൽ ആണെങ്കിൽ അത് നോർമൽ സ്കിന്നാണ്. ഇനി സ്കിന്ന് ഇളകിപ്പോരുന്നുണ്ടെങ്കിൽ അത് ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ ഇങ്ങനെയാണ് സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്കിൻ കെയർ റൂട്ടീനിലോട്ടേക്ക് പോവാം. നമുക്ക് സ്കിൻ കെയർ റൂട്ടീൻ തുടങ്ങുമ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയാൽ മതി. അതായത് ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഇത് മൂന്നും മതി. നമുക്ക് സെറമോ ടോണറൊന്നും ഇപ്പോൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സെറമൊക്കെ ഇപ്പോൾ ഒരു ബിഗിനർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഫേസിന് നല്ലപോലെ പണി കിട്ടും. നമ്മൾ എന്ത് ചെയ്യുക, ബേസിക് ആയിട്ടുള്ള പ്രൊഡക്റ്റും കാര്യങ്ങളും ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കി ഒരു 3-4 മാസമൊക്കെ കഴിഞ്ഞ് സെറത്തിനൊക്കെ പറ്റി പഠിച്ച് ആ ഒരു ഏജും നമ്മുടെ സ്കിൻ ടൈപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം സെറം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ എടുത്തു ചാടി ആരും സെറം വാങ്ങരുത്, യൂസ് ആക്കരുത്. അപ്പം നമുക്കിനി മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ നോക്കാം. രാവിലെ നമ്മൾ എന്ത് ചെയ്യുക, ഫേസ് വാഷ് ചെയ്യുക. വാഷ് ചെയ്യുമ്പോൾ ക്ലെൻസറോ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഒരു തണുത്ത വെള്ളത്തിലോ നമുക്ക് ഫേസ് വാഷ് ചെയ്യാം. ക്ലെൻസർ എന്ന് പറയുമ്പോൾ ജെന്റൽ ക്ലെൻസർ മാത്രം യൂസ് ചെയ്യാം. കാരണം രാത്രി നമ്മളെ ഫേസിൽ നിന്ന് ഒരു ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് സ്കിന്നിന് ഭയങ്കര ആവശ്യമായിട്ടുള്ളൊരു ഓയിലാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഭയങ്കര ഹീൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓയിലാണ്. സോ അത് ഹാർഷുള്ള ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് പോകും. സോ ജെന്റൽ ക്ലെൻസർ അല്ലെങ്കിൽ നമുക്ക് തണുത്ത വെള്ളത്തിൽ ഫേസ് വാഷ് ചെയ്യാം. അതിനോട് കുറച്ച് പ്രൊഡക്റ്റ് കൊടുക്കുക. മിനിമലിസ്റ്റിൻ്റെ ഒരു ക്ലെൻസർ ഉണ്ട്, ഡെർമാവേവിൻ്റെ ഉണ്ട്, സിമ്പിളിൻ്റെ ഉണ്ട്, അതുപോലെ ഡെർമാക്കോൻ്റെ ഉണ്ട്. അടുത്തതായിട്ട് മോയ്സ്ചറൈസർ ആണ്. മോയ്സ്ചറൈസർ നല്ലപോലെ യൂസ് ചെയ്യുക. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ആ ചെറിയൊരു നനവുണ്ടാവുമല്ലോ, അപ്പം തന്നെ നമുക്ക് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക. മോയ്സ്ചറൈസറിൽ ഡെർമാക്കോൻ്റെ, നിയാസിനമൈഡിൻ്റെ അടിപൊളി മോയ്സ്ചറൈസർ ആണ്. അതുപോലെ തന്നെ .NK:ൻ്റെത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൺസ്ക്രീൻ ആണ്. അതും വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. എല്ലാ സ്കിൻ ടൈപ്പുകാരും സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക. റീഅപ്ലൈ ചെയ്തുകൊണ്ടേ നിൽക്കുക. ഈ ഒരു നോർമൽ സ്കിൻ ടൈപ്പുകാരുടെ ഒരു ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്ഷനായിട്ട്. അപ്പോൾ അതിൽ ബെസ്റ്റ് സൺസ്ക്രീൻസ് ഞാൻ പറഞ്ഞുതരാം, ഇവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിലൊരു സൺസ്ക്രീനാണ് ഡീകൺസ്ട്രക്റ്റീവ്. ഇനി അടുത്തത് എന്ന് പറയുന്നത് നമുക്ക് നൈറ്റ് സ്കിൻ കെയർ റൂട്ടീനാണ്. ഫസ്റ്റ് തന്നെ നമുക്കൊരു ആക്നെ പ്രോൺ സ്കിൻ ടൈപ്പറാണെങ്കിൽ എന്ത് ചെയ്യുക, ക്ലെൻസിങ് ഓയിൽ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക. ക്ലെൻസിങ് ഓയിൽ എന്തിനാണ് യൂസ് ആക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലുള്ള ഡേർട്ട്നെസ്സും മേക്കപ്പും സൺസ്ക്രീനും ഒക്കെ റിമൂവ് ആവാൻ വേണ്ടിയിട്ടാണ്. ഈ സൺസ്ക്രീനൊന്നും നോർമൽ ഫേസ് വാഷിൽ പോകത്തില്ല. സോ നമുക്ക് എന്ത് ചെയ്യണം, അത് നല്ലപോലെ ക്ലെൻസ് ചെയ്ത് കളയാം. അതുകൊണ്ട് ക്ലെൻസിങ് ഓയിൽ യൂസ് ചെയ്യുക. അപ്പോൾ ക്ലെൻസിങ് ഓയിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. കോൺഷ്യസ് കെമിസ്റ്റിൻ്റെ ഒരു ക്ലെൻസിങ് ഓയിൽ ഉണ്ട്, അതുപോലെ തന്നെ റൈസ് വാട്ടറിൻ്റെ ഒരു ക്ലെൻസിങ് ഓയിൽ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചൊരു ക്ലെൻസിങ് ഓയിൽ കുറച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, അത് നമ്മളെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് 10 മിനിറ്റ് ഒന്ന് ഫേസ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ ബ്ലാക്ക് ഹെഡ്സും ചെറിയ ബംസൊക്കെ ഇളകിപ്പോരും, മേക്കപ്പൊക്കെ ഇളകിപ്പോരും. എന്നിട്ട് ജസ്റ്റ് വെള്ളം വെച്ചിട്ടൊന്ന് കഴുകിയാൽ തന്നെ ആ ഒരു ഓയിൽ പോകും. ക്ലെൻസിങ് ഓയിൽ ഒരു ഓയിൽ ടൈപ്പാണ്. അതിനുശേഷം ഫേസ് വാഷ് കുറച്ചെടുത്ത് നല്ലോണം പതപ്പിക്കണം കേട്ടോ. നല്ലോണം പതപ്പിച്ചിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്യുക. അതിനുശേഷം നമുക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് മുന്നേ പാച്ച് ടെസ്റ്റ് ചെയ്യാം കേട്ടോ. ഇറിറ്റേഷൻസോ റാഷസോ എന്തെങ്കിലും ഉണ്ടാകും നോക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റൊക്കെ യൂസ് ചെയ്യാം. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കിയിട്ട് പോവാം കേട്ടോ. അപ്പോൾ മാത്രമേ റിസൾട്ട് കിട്ടത്തുള്ളൂ. എന്താ പറയുക, അടിപൊളി റിസൾട്ട് കിട്ടും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണെങ്കിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.